എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ഇന്ത്യ മുഴുവൻ കത്തിപ്പടർന്ന ഒരു സിനിമാ വിവാദം നമ്മൾ മലയാളികൾ ആരും അങ്ങനെ പെട്ടെന്ന് മറക്കാനുള്ള സാധ്യതയില്ല. ഇന്ത്യ ഒട്ടാകെ വലിയ കളക്ഷൻ നേടിയെങ്കിലും കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച ആ ചിത്രം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദ കേരള സ്റ്റോറി. എന്നാൽ ഇപ്പോൾ ആ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം ഇപ്പോൾ 2026 ഫെബ്രുവരിയിൽ വീണ്ടും ആ പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സിനിമയിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ദ കേരള സ്റ്റോറി 2 എന്ന പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ വലിയ പൊട്ടിത്തെറിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ സിനിമയ്ക്കെതിരെ ശക്തമായ രംഗത്ത് വന്നിരിക്കുന്നത്? ഈ സിനിമയുടെ കഥ നടക്കുന്നത് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആണെങ്കിലും എന്തിനാണ് ഇതിന് കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്നത്? ഹൈക്കോടതി വരെ എത്തിയ ഈ വിഷയത്തിന്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യം തന്നെ ഈ സിനിമയെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 27-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ആദ്യ ഭാഗം സംവിധാനം ചെയ്ത സുദീപ്തോ സെൻ അല്ല ഇത്തവണ സംവിധായകൻ, പകരം കാമാഖ്യ നാരായണൻ സിംഗ് ആണ്. പക്ഷേ നിർമ്മാതാവ് പഴയ ആള് തന്നെയാണ്, വിപുൽ അമിത്ലാൽ ഷാ. ആദ്യ ഭാഗത്തിൽ ആദാ ശർമ്മയായിരുന്നു നായികയെങ്കിൽ ഇത്തവണ ഉൽക്ക ഗുപ്ത, അതിഥി ഭാട്ടിയ, ഐശ്വര്യ രാജ എന്നീ 3 പുതുമുഖ നായികമാരാണ് ഈ സിനിമയിലുള്ളത്. ഇനി ഇതിന്റെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇത്തവണ കഥ നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 ഹിന്ദു പെൺകുട്ടികളുടെ കഥയാണ്. പ്രണയത്തിൽ കുടുക്കി സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പോകുന്ന ഇവർ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുന്നതും അതിനുശേഷം അവർ നേരിടുന്ന വലിയ പീഡനങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, വളരെ വയലന്റായ രംഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്രധാന വിഷയത്തിലേക്ക് വരാം. അതായത് ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം പ്രധാനമായും 3 വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ഒന്നാമത്തെ വിവാദം സിനിമയുടെ പേര്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമയിലെ കഥാപാത്രങ്ങൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉള്ളവരാണ്. എന്നിട്ടും എന്തിനാണ് സിനിമയ്ക്ക് ദി കേരള സ്റ്റോറി 2 എന്ന് പേരിട്ടത്? കേരളത്തെ നിരന്തരം ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കുകയും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കേരളത്തെക്കുറിച്ച് ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനുള്ള കൃത്യമായ അജണ്ടയാണ് ഈ പേരിന് പിന്നിൽ എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും വലിയൊരു വിഭാഗം ജനങ്ങളും ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിവാദം എന്ന് പറയുന്നത് പ്രകോപനപരമായ രംഗങ്ങൾ. ട്രെയിലറിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു രംഗമാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്ന ഒരു രംഗം. ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, ബീഫ് എന്നത് എത്രത്തോളം സെൻസിറ്റീവായ ഒരു വിഷയമാണെന്ന് നമുക്കറിയാം. ഇത്തരം രംഗങ്ങൾ ഉൾപ്പെടുത്തിയത് സമൂഹത്തിൽ വലിയ തോതിൽ മതവികാരം വ്രണപ്പെടുത്താനും ചേരിതിരിവ് ഉണ്ടാക്കാനുമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ വിവാദം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ടാഗ് ലൈൻ ആണ്. അതായത് ഈ സിനിമയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ സഹിക്കില്ല, പോരാടും എന്നാണ്. അതായത് ട്രെയിലറിന്റെ ടാഗ് ലൈൻ. ഇത് നേരിട്ട് ഒരു കലാപത്തിനുള്ള ആഹ്വാനം എന്നാണ് വരുന്ന പ്രധാന പരാതി. അതായത് ഇവിടെ സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പടർത്താൻ മാത്രമേ ഇത്തരം വാക്കുകൾ ഉപകരിക്കൂ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇനി ഇവിടെ ഇതൊരു സാധാരണ സിനിമയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ചർച്ച ആകില്ലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സമയത്ത് ഇതിനൊരു പ്രത്യേകമായ രാഷ്ട്രീയ മുഖം കൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിനെ വിശേഷിപ്പിച്ചത് വിഷലിപ്തമായ പ്രചാരണം, അതായത് പോയിസണിംഗ് പ്രൊപ്പഗണ്ട എന്നാണ്. അതായത് കേരളത്തിന്റെ മതേതരത്വത്തെയും സമാധാന അന്തരീക്ഷവും തകർക്കാൻ ചിലർ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണെന്നും പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങൾ പോലും വർഗീയവൽക്കരിക്കാനാണ് സിനിമ ശ്രമിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശശി തരൂരും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വെറുമൊരു വിദ്വേഷ സിനിമ എന്നാണെന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഈ സിനിമയ്ക്കെതിരെ കേരളത്തിൽ ഒന്നിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രതിഷേധങ്ങളൊക്കെ വെറും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിൽ മാത്രം ഒതുങ്ങിയതല്ല എന്നതാണ് സത്യം. ഈ സിനിമയുടെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശിയായ ശ്രീദേവ് നമ്പൂതിരി എന്നൊരാൾ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകിയത് റദ്ദാക്കണം എന്നാണ് ആവശ്യം. ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതി നിർമ്മാതാക്കൾക്കും സെൻസർ ബോർഡിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഫെബ്രുവരി 24-ന് കോടതി ഇത് വീണ്ടും പരിഗണിക്കും. അന്ന് കോടതി എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഈ സിനിമയുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് വെച്ചാൽ, സംവിധായകൻ കാമാഖ്യ നാരായണൻ സിംഗ് പറയുന്നത് ഇതൊരു കെട്ടുകഥ അല്ല എന്നാണ്. പല കോടതി വിധികളെയും പോലീസ് റെക്കോർഡുകളുടെയും അടിസ്ഥാനത്തിൽ 7 മാസത്തോളം കൃത്യമായ റിസർച്ച് നടത്തിയാണ് ഞങ്ങൾ ഈ സിനിമ എടുത്തത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സെൻസർ ബോർഡ് കൃത്യമായി പരിശോധിച്ച് അംഗീകാരം നൽകിയ ഒരു സിനിമയെ അത് കാണുന്നതിന് മുമ്പ് വിലക്കണം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അവർ വാദിക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലൊക്കെയുള്ള ചർച്ചാ വിഷയം. ഒരു ഭാഗത്ത് ഇത് പൂർണ്ണമായും ഒരു അജണ്ട വെച്ച് ഇറക്കുന്ന പ്രൊപ്പഗണ്ട സിനിമയാണെന്നും സമൂഹത്തിൽ വെറുപ്പ് വളർത്താൻ വേണ്ടി മാത്രമുള്ളതാണെന്നും ഒരുപാട് പേർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നും അത് സിനിമയിലൂടെ പുറത്തു കൊണ്ടുവരുന്നതിൽ തെറ്റില്ലെന്നും വാദിക്കുന്നവരുണ്ട്. എന്തായാലും ഫെബ്രുവരി 27-ന് സിനിമ ഇറങ്ങുമ്പോൾ ഇത് കോടതി ഇടപെട്ട് റിലീസ് തടയുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ പേര് ദ കേരള സ്റ്റോറി 2 എന്ന് പേരിട്ടിരിക്കുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ, അല്ലെങ്കിൽ സാധാരണമായ ഒരു കാര്യമാണോ, എന്താണ് കാണുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യാം.